എടാ ആളുടെ വീട് ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു, എനിക്കറിയാം. പക്ഷെ അവിടെ കുറച്ച് പേരിക്കുന്നുണ്ട്, അവരെ കൊണ്ട് ചോദിച്ചേക്കാം. എടാ ഏട്ടാ എടാ ഈ അർമ്മദണ്ണന്റെ വീട് എവിടെയെന്ന് നിനക്കറിയോ? ദായ വീടിന്റെ കുറച്ച് അപ്പുറത്ത് വീടാണ്. ആളൊക്കെ സൈക്കോ ടീമാണ്. ട്രിപ്പ് നോട്ട്സിന്റെ ട്രിപ്പ് നോട്ട്സ് ബ്ലോഗിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ണന്റെ ഫാൻസ് ആരാൻ തോന്നുന്നു. ഇപ്പൊ ഇന്നും അടി ഉറപ്പായി. ഇന്ന് നമ്മള് അർമ്മദണ്ണന്റെ വീട്ടിന് മുമ്പത്തെ നിൽക്കുന്നത്. നമുക്ക് ആദ്യം അർമ്മദണ്ണന്റെ വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ അണ്ണന്റെ ബിഗ് ഫാൻസ് ആണ്. അയിന് അണ്ണന്റെ ടീമിൽ ചേരാൻ വേണ്ടി ഞങ്ങൾ വീട് ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ അണ്ണനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ അണ്ണന്റെ ടൂൾസ്, അതെ ടൂൾസ് ഒന്ന് പരിചയപ്പെടണേ. ടൂൾസോ? പുല്ല് തേഞ്ഞ്. അണ്ണ അത് ലോക ചാനൽ. അണ്ണൻ എന്തെങ്കിലും പേടിച്ചിരിക്കുന്നത്? പുറത്തോട്ട് വാ, ഇങ്ങോട്ട് അണ്ണ ഇങ്ങോട്ട് വാ. വലിക്കല് വലിഞ്ഞ് പുല്ല് കേറുന്നില്ലല്ലോ. മസിലുള്ള പഴയ പാട്ട്, ചെരുപ്പ്. പിള്ളേരെ ഞാൻ കുറച്ച് തിരക്കാണല്ലോ. റൈഡ് ഉണ്ട്. എവിടേക്കാണ്? മണാലിക്കാണോ? അല്ലടാ, കുന്നംകുളം ചാവക്കാട്. നിനക്ക് എന്റെ ജാക്കറ്റ് കണ്ടിട്ട് മനസ്സിലായില്ല. നീക്ക് എവിടുത്തെ ഫാൻസാടേ? അല്ലണ്ണാ, നോർത്തേക്ക് പോകുമ്പോ ഓറഞ്ച് കളർ ജാക്കറ്റ് അല്ലേ വരുന്നത്. അപ്പൊ കേരളത്തിലാണെങ്കിൽ റെഡ് കളർ ജാക്കറ്റ് അല്ലേ? അത് ചെറിയൊരു ഡൗട്ട് തോന്നിട്ട് പറഞ്ഞതാണ്. ഓ, അതെന്താന്നറിയോടാ, ഇന്നലെ ഒരു കേരള ട്രിപ്പ് ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മളെ കേരള ട്രിപ്പിന്റെ ചെറിയൊരു ഹാങ് ഓവറിൽ നിന്നാണ്. അതിപ്പോ മാറ്റിട്ട് ഇപ്പൊ നമ്മള് ഓറഞ്ച് എടുത്ത്. പിള്ളേര് കൊള്ളാം കേട്ടോ, പിള്ളേര് കുഴപ്പമൊന്നും. പിള്ളേരെ ഞാൻ എന്റെ ടീമിൽ എടുത്തിരിക്കുക. അപ്പൊ അണ്ണാ ഞങ്ങളെ കൂടെ നിങ്ങളെ കാര്യം ആലോചിച്ചിട്ട് പറയാം. ഓക്കെ അണ്ണാ. ശരി, നിങ്ങൾ എന്തിനാ വന്നപ്പോ? അല്ലണ്ണാ, അണ്ണന്റെ ടീമിൽ ചേരാനും പിന്നെ അണ്ണന്റെ ചെറിയൊരു ഇന്റർവ്യൂക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ശരി, ആദ്യം എന്തായാലും ഇന്റർവ്യൂ നടക്കട്ടെ. നമുക്ക് ടീമിൽ ചേരുന്ന കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം. അണ്ണാ, അപ്പൊ നമ്മൾ എവിടെ ഇരിക്കും? വൈബേ, രണ്ട് ചേരെടുത്ത് വെളിയിലേക്ക് ഇടാ. പോ. എന്തുവാണ് ഇത്? ടീമിൽ ചേർന്ന് പറയുമ്പോ പെരക്കൊക്കെ കയറി കളിയായോ? ശരി കൊണ്ടെടു. വൈബേ, കിട്ടും. അണ്ണ ഈ മുണ്ടൊക്കെ മാറ്റുന്ന കുറച്ച് മേന കുറച്ച് വേനയാ. എനിക്ക് വിത്തൗട്ട് ഇഷ്ടം. വൃത്തികെട്ടല്ല, വിത്തൗട്ട്. ജാക്കറ്റ് ഓക്കെ അല്ലേ? അത് പോയിട്ടെ ആ ജോഗിങ് എടുത്തിട്ട് വാ. ചട്ടി അല്ലടാ, ടീഷർട്ട്. ഓ, അണ്ണന് മാനേജർ ഒക്കെ ഉണ്ടല്ലേ? സത്യത്തിൽ മാനേജർ പണി എങ്ങനെ? ശരിക്കും മാനേജറിന്റെ പണി എന്തോന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മാനേജറിന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ കണ്ടിട്ട് എന്നെ തല്ലാൻ വരുന്നവന്മാരെയൊക്കെ ഓടിച്ചു വിടുകയാണ് അവന്റെ തല്ലിയന്റെ വേറെ യൂട്യൂബ് ഇട്ട ഒരു കണ്ടന്റ്. കാര്യം ഇവിടെ അടുത്ത് വേണമെങ്കിൽ മുറി വേണം വെച്ചിട്ട് ആ വിറകുള്ളിയൊക്കെ നോക്കിയിട്ട് പുറത്തുണ്ടാക്കാം.
ഇവന്മാർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? പോയമാറോട്ട് പിള്ളേരാടി എന്നാ പേര് കൊടുക്കാം. എന്ത് ചെയ്യാം? ഇവിടെ നിനക്ക് അടുക്കള പോയിട്ട് ചായ കാപ്പി എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? വേലക്കാരി ഇല്ലല്ലോ, എന്ത് ചെയ്യാൻ? അതെനിക്ക് തോന്നിയായിരുന്നു. അല്ലെന്നുണ്ടെങ്കിലേ നീ എന്റെ കൂടെ ഇങ്ങോട്ട് വരില്ലല്ലോ, അവിടെ അടുക്കള കിടന്നുള്ള കൂടുതലായിരിക്കുമല്ലോ. വിസൗട്ട് വേണം, വിസൗട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നതൊക്കെ ഞാൻ പലതും കാണുന്നില്ല എന്ന് വിചാരിക്കില്ലേ. പൈവേ നീ വിചാരിച്ചു കഴിഞ്ഞാ ഈ കാപ്പി ഇടാൻ പറ്റും 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 എന്തായാലും പറ്റും 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 ഇടാ. പാണ്ടിക്കാരും ബാർ അണ്ണ എന്ത് പറഞ്ഞാലും മാനേജർ കേൾക്കില്ലേ. അതൊക്കെ എന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്. എന്റെ ഒരു പഴയ മാനേജർ പഠിപ്പിച്ചതെന്നാ. അണ്ണാ ഫോൺ കോൾ വന്നു. ഫോണായിരുന്നു. ഹലോ ഹലോ, എന്താ അണ്ണാ ഒരു സെക്കൻഡ് അണ്ണാ അണ്ണാ ഞാൻ തിരക്കാണോ? സംസാരിക്കാൻ പറ്റുമോ? അല്ല നീ എന്തിനാ എപ്പോഴെപ്പോഴും എന്നെ വിളിച്ചിട്ട് ഈ തിരക്കാണോ എന്ന് ചോദിക്കുന്നത്? ഞാനിവിടെ ഈച്ചയാട്ടി നടക്കാമെന്ന് നിനക്ക് അറിയില്ലേ? അണ്ണൻ തിരക്കാണെന്ന് പറയണം, അതിനുവേണ്ടി വിളിക്കണേ. ഓ, സൈക്കോളജിക്കൽ മൂവ് നടത്താനായിട്ട് ഇവിടെ ഞാനുണ്ട്, നീ വേണ്ട കേട്ടല്ലോ. വേണ്ട എന്റെ സൈക്കോളജിക്കൽ മൂവ്. എനിക്കാ ഓക്കെയാണോ എന്റെ പൊന്നു വൈബേ? ഇന്റർവ്യൂ ആടാ, ഇന്റർവ്യൂ. ശ്രദ്ധിക്കണ്ടേ വൈബേ? പിള്ളേരെ വേടാ, നിന്നെയല്ലടാ ഇന്റർവ്യൂ ചെയ്യുന്നതാരടാ? മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനിങ്ങനെ മതിയാടാ. വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? ആ വീട്ടുകാർ തന്നെ വിട്ടത്. അപ്പൊ പിന്നെ നോ സീൻ, കുഴപ്പമില്ല. അണ്ണാ തുടങ്ങിയാലോ? തുടങ്ങും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഹലോ മച്ചന്മാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യ മൊത്തം കണ്ടിട്ടുള്ള അല്ല, കാണാൻ പോകുന്ന ഒരു ഇളയ ബ്ലോഗറെയാണ്. ഹലോ അണ്ണ, ആദ്യം നമുക്ക് അണ്ണന്റെ ജാക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ലൈക്ക് ദാറ്റ്. എന്റെ ജാക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയണ ശരി, നീ പറഞ്ഞോ. അങ്ങനെ 2 എണ്ണം ഉണ്ട്. അതെന്താ അണ്ണ 2 എണ്ണം? അല്ല, 2 ജാക്കറ്റ് ഉള്ള കാര്യമാണ്. അതൊരു കഥയുണ്ട്. കാരണം മഴയുള്ളപ്പോഴും ഒരു കോട്ടിടും, മഴയില്ലാത്തപ്പോഴും ഒരു കോട്ടിടും എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. കാരണം നോർത്തിൽ പോകുമ്പോൾ ഓറഞ്ച് അല്ലേ? ഓറഞ്ച്. കേരളത്തിൽ പോകുമ്പോൾ റെഡ്. എപ്പോഴൊക്കെ എവിടെ നിന്നൊക്കെയാ അടി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല മോനെ. അണ്ണനൊരു കില്ലാടി തന്നെ. ഞങ്ങായി വൈബേ, ഞാൻ മിണ്ടോട്ടെ. മിണ്ടിക്കൂ. മാനേജർ ആണല്ലേ ഇവിടത്തെ ഓൾ ഇൻ ഓൾ. അതെ അതെ, വൈബേ, ഏതാണ് ഈ ബദൂരികള്? മരേ നോക്കേ, ചായ എന്ന് പറഞ്ഞിട്ടേ പഴഞ്ഞുള്ളതിനകത്ത് കുറച്ച് തേൽപ്പൊടി ഇട്ടാണ് കൊടുക്കുക. അണ്ണാ ജോഗിന് പോണ്ടേ? ഉച്ചക്കാണ് ജോഗിന് പോണത്. അങ്ങനൊന്നും ഇല്ല, രാത്രിയിലോ രാവിലെ എപ്പോഴും പോകും. പെട്ടെന്ന് നിൽക്കുന്ന വാണ്ടിനെ തേടി ഞാനൊരു പൂവിൻ മൊട്ട്, നീ വന്നിരിക്കാമോ? പൊന്നെണ്ണ ഈ പാട്ട് വരുന്നു. എന്തേ വലിയ ഈ സ്റ്റോക്കൊക്കെ ഉള്ളടേ. നീ പറ വേറെ സ്റ്റോക്ക്. നീ എപ്പോഴേ പൂച്ച ഇങ്ങനെ മത്തിത്തല കടിച്ചു പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്നില്ല, നീ കാര്യം പറഞ്ഞാ മതി. ഏത് ഏത് ഈ സംഗമം
ഇങ്ങോട്ട് രാവിലെ ഉച്ചയല്ലേ? ആ ശരി ഉച്ചയാണ്. ഉച്ചക്ക് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ദേ അതുവരെ. അവിടെ. അല്ലല്ല അത് അങ്ങോട്ട്. ആ ശരി ശരി. നിനക്ക് നടന്നാ മതിയോ? നമുക്കൊരു റീലൊക്കെ എടുക്കണ്ടേ? ഓടനാവി. അയ്യോ അല്ലെങ്കിലും കട്ടിമീശുള്ളവരെ മാത്രമേ ലോകം അംഗീകരിക്കുള്ളൂ. ആ ഓഹൈ ഓഹൈ ഓഹൈ. അതാ അണ്ണൻ പോയത് അങ്ങനെ പോവോ വീട്ടിൽ? ഒരു അമ്മേ അയ്യാ. ഇത്ര പെട്ടെന്ന് ചോദ്യം കഴിഞ്ഞ ആ കഴിഞ്ഞു. ഇനി നാളെ. അണ്ണന്റെ ബാക്കിയുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ പരിചയപ്പെടുത്തുന്നതാണെങ്കിൽ ഈ വീഡിയോ എന്റെ ഒക്കെ ആയിരുന്നു. ഓഫ് കോഴ്സ്. പക്ഷേ മോനെ തിരക്കാണോ? ഇതുകൂടെ ആയില്ലെങ്കിൽ ഒന്ന് മാറാൻ പറ്റുമോ? ആ കുഴപ്പമില്ല. അവന്മാര് പറഞ്ഞത് കറക്റ്റ് തന്നെ. ഇവര് ഫുൾ മുന്തിനും സൈക്കോസ് ആണല്ലോ. അടുത്ത് നമുക്ക് അണ്ണന്റെ ഗോപ്രോയിലേക്ക് പോവാം. ഒരു കാര്യം അറിയോ, അണ്ണൻ ഗോപ്രം മേടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് എന്തിനായിരുന്നു എന്നാണ് ഞാൻ മേടിച്ച പിറ്റേ ദിവസം തന്നെ കേരള പോലീസ് അത് റദ്ദാക്കി. ചെയ്യാൻ ഹെൽമെറ്റ് മൗണ്ടിങ് ക്യാമറ ബാൻ ചെയ്തതാണ് വൈബ് ഉദ്ദേശിച്ചത്. മൂഞ്ചി വൈബേ കണ്ടിന്യൂ. അപ്പോ അണ്ണൻ അടവ് മാറ്റി പിടിച്ചു. പിള്ളേർക്ക് റീൽസിലേക്ക് കൊടുക്കൽ ഒന്നും നോക്കി എല്ലാം എണ്ണു. പിന്നെ അല്ല, പിന്നെ അടി വേറെ കിട്ടിയത്. അവിടെ അടിയൊന്നും കിട്ടിയില്ല വൈബേ. നീ ഇല്ലാത്ത അടികളൊക്കെ നീ പറഞ്ഞുണ്ടാക്കി ഇതാക്കല്ലേ. ഇല്ല അതുപോലെ ഇല്ല, ഗോപ്രോയിൽ നമുക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. അന്നൊരു ചെക്കനും പെണ്ണും കൂടെ റീലെടുക്കാൻ വന്ന് നാട്ടുകാർ ഇല്ല, അത് നമ്മളെ അല്ലായിരുന്നു. അത് കണ്ണൂരായിരുന്നു. അത് കണ്ടു സ്ഥലങ്ങൾ അങ്ങോട്ട് അടി കിട്ടുന്ന എവിടെ നിന്ന് അറിയത്തില്ലേ. മൊത്തം പൊന്നീസ് ഇങ്ങനെ പറക്കല് പറക്കുമല്ലോ. അതൊക്കെ ഒരു കാലം. ഇപ്പൊ കിട്ടുന്നതിനൊന്നും കണക്കില്ലടേ. ഞാൻ എഴുതിയിട്ടുണ്ട്, നോട്ടിലുണ്ട്. ആണോ? പിന്നെ ഒന്നും കുഴപ്പമില്ല. അപ്പോ വേറെ ഗാഡ്ജറ്റ്സ് ഒന്നും ഇല്ല അണ്ണന്റെ? നിനക്ക് ഈ കാണിച്ചൊന്നും മതിയായില്ലേ? അതെ പേടിച്ചു പോയില്ലേ? ഇവനെ നമ്മുടെ ആ ഉണക്കാണ്ടിരിക്കുന്ന ജെട്ടി ഒന്ന് എടുത്തുകൊണ്ട് കാണിക്കേ. അങ്ങനെ കുറച്ച് കാഴ്ച വേണമെന്ന്. നല്ല ഐഡിയ. ഞാൻ പേച്ച് കിച്ചണ്ടേ എങ്ങനെ പോവാണോ? വേണ്ട. ഹലോ എന്താ? അതാ വരുന്നു. ഇതവിടെ തന്നെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. പേര വെക്കി പേരാ പറഞ്ഞല്ലോ. പിന്നെന്താണ്? വരാന്ന് നിർത്തി അവിടെ വെക്കി, അവിടെ കത്താക്ക്. വരാ, പെട്ടെന്ന് വരാ. അണ്ണാ ഞാനൊന്ന് പോയിക്കോട്ടെ വീട്ടിലേക്ക്. വീട്ടിൽ നിന്ന് വിളി വന്നു. നീ അധികം നേരം ഇവിടെ നിന്നാ ശരിയായിട്ട്. അല്ല, നീ ഇവിടെ ചാനൽ പിടിക്കാനും പിന്നെന്തോ എന്റെ ടീമിൽ ചേരാനൊക്കെ ആണെന്നല്ലേ പറഞ്ഞേ? ടീം വേണ്ടേ? വേണ്ട. ശരി, പോന്നപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആണോ? ശരി. പൈസയൊക്കെ പോ. അതെ, നിങ്ങളുടെ മകൻ അർമ്മദാണ്ണന്റെ വീട്ടിലുണ്ട്. പോയിക്കനെ കൈയോടെ പിടിക്കാം. അവന്റെ ടീമിലൊക്കെ ചേരണം എന്നൊക്കെയാണ് അവൻ പറയണത്. അവന്റെ പണി ഞാൻ കഴിക്കും. അതിന്റെ അർമ്മദാണ്ണന്റെ എല്ലാവന്റെയും. ഞാനില്ല, അതാവന്മാര് ഇനി സൂഹിക്കണ്ട. പൈസ കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു മീൻകാരൻ. നീ അല്ലടാ രാവിലെ പോയി മീൻ മേടിച്ചേ? ഞാനാണോ മീൻ മേടിച്ചേ? അണ്ണല്ലേ പറഞ്ഞ മീൻ മേടിക്കാൻ പൈസ കൊടുത്തു. മീൻ മേടിക്കാൻ പറഞ്ഞെന്ന് എന്തുവാ അങ്ങോട്ട് കയറിയിരിക്കാൻ കൂട്ടിട്ട്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ ഒഴിവാക്കണം. ഒരു കാര്യം ചെയ്താലോ, റിട്ടേൺ അടിച്ചാലോ? ഞാൻ ഫ്ലിപ്കാർട്ടല്ലേ റിട്ടേൺ അടിക്കാൻ വേണ്ടി. എന്തെങ്കിലും പറഞ്ഞ ഒഴിവാക്കി. ഞാനേ അങ്ങോട്ട് പറയട്ടെ. എന്തെങ്കിലും പറഞ്ഞ ഒഴിവാക്കി. പണിയാ. ആരാ മനസ്സിലായില്ലേ? മനസ്സിലായില്ലോ. കാലത്ത് മീൻ വാങ്ങിയില്ലേ? മീനിന്റെ പൈസ നാളെ തന്നാ മതി. നാളെ അതെന്താ ചെയ്ത? കാലത്ത് മീൻ വാങ്ങാൻ പൈസ ഒന്നുമില്ലല്ലോ. അത് ശരിയായില്ല. മീന് പൈസ അത്യാവശ്യമായിട്ട് വേണമല്ലോ. അണ്ണാ പുള്ളി കലിപ്പില്ല. മീനിന്റെ പൈസ ഇട്ടില്ലെങ്കിൽ ഒറ്റ എടുത്തന്നെ ഞാൻ വെറുതെ വിടില്ല. പുലി കണ്ണും കാണാൻ പോയിരുന്നില്ല. അമ്മച്ചി
എന്തുകൊണ്ടാ പോയെ? തമ്പുരാൻ അറിയാം. ഞങ്ങളുടെ അണ്ണനെ തൊടുന്നോടാ. അമ്മേ എന്നത് പറ്റി. അമ്മേ. ഉറ ഉറ ഉറ. അൽമാരണ്ണ അൽമാരണ്ണ അൽമാരണ്ണ. എന്താണ് മീനിന്റെ പൈസക്ക് വരെ അവൻ കൊണ്ട് ഇവിടെ കൊണ്ട് എനിക്ക് ചർക്കനെ കാണാം. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യും ബൈബേ. ബൈബേ ക്ലാസ് വേണ്ട. ഇല്ലില്ല ബൈബേ സമാധാനത്തില് ഇന്ത്യ ക്ലാസ് ഉണ്ടാക്കി ക്ലാസ് ഇല്ലാതെ സമാധാനത്തിൽ എന്തെങ്കിലും ബൈബേ. ആരടാ പെരുമ്പാമ്പര് പറ്റത്? അപ്പൊ നിങ്ങൾ വീഡിയോ ആണ് സാറേ. ഞാനേ ഇന്നൊരു റൈഡ് പ്ലാൻ ചെയ്ത് പോയായിരുന്നു. നമുക്ക് വേറൊരു ദിവസം റൈഡ് പ്ലാൻ ചെയ്യാം. അവന്റെ അമ്മൂമ്മന്റെ റൈഡ് ജയിലിൽ പോയി കാണാൻ. സാറേ, സാറിന് ഇപ്പോഴും മനസ്സിലാവാത്ത അല്ലെങ്കിൽ സാറ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു കാര്യമുണ്ട്. സംഹാരത്തിന്റെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച് എന്റെ പിന്നിൽ നിൽക്കുന്നതുണ്ട്. അവരാണ് എന്റെ കരുത്ത്. സാറിന് സംശയമാണെങ്കിൽ സാർ തിരിഞ്ഞൊന്ന് എവിടെ നിന്റെ ആൾക്കാർക്ക് എവിടെ? ഹലോ സാർ. വേഗം സ്റ്റേഷനിലേക്ക് വാടോ. ഓക്കെ സാർ. എവിടെയാണോ നീ? ഞാൻ ഇവിടെ ഉണ്ട്. അവന്മാരെ തൂക്കി എടുത്തോണെങ്കിൽ വാ. സാർ വിട് സാർ. കാണാം സാർ. എന്താ സാർ ഇങ്ങനെ? അതാ നിന്റെ വളച്ചിൽ നടക്കുക. എടാ ഇപ്പൊ വിളിച്ച് സർക്കിളാ. ഞാൻ സ്ക്വയർ എന്ന് എന്ന് പറഞ്ഞ സംഹാരമൂർത്തികളില്ലേ അവന്മാര് തല്ലിത്താകത്ത ഒരു പയ്യന്റെ തലമണ്ട. തലമുണ്ടേ? ഏത് പയ്യന്റെ? ഏത് പയ്യന്റെ സാറേ? അവന്റെ വീടിനടുത്തുള്ള ഏതോ ഒരു പയ്യന്റെ. അവന്മാര് നാളെ കേരളം കത്തിക്കും. അണികളും നേതാവും വണ്ടിലോട്ട് കയറി. എന്റെ പൊന്നടാ, ഇവനൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വന്നാടാ? ഓ ഇതേതാണോ അടുത്ത മാരണം? സാറേ, ഇവനെ എന്റെ മോനെ തട്ടിക്കൊണ്ടുവന്നേ. ഞാനെപ്പോഴാണ് ഇയാളെ മോനെ തട്ടിക്കൊണ്ട് വന്നേ? ഇയാളെ ഏതാടാ? ഇയാളെ ഏത് മോനെ? ആ നിൽക്കുന്നത് എന്റെ മോൻ. ഇയാളെ മോനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതൊന്നുമല്ല. അവന്മാര് വീട്ടിൽ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കയറി വന്നതാ. ഇതെന്താടി വന്നാലും ഒക്കെ തട്ടിക്കൊണ്ട് പോയി പിടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നതെന്ന് പറയുന്നത്? എന്തുവാണ് ഇത്? സാറേ, ഇത് ഈ കേസൊന്നും എന്റെ പുറത്ത് എനിക്കറിയില്ല കേട്ടോ. എനിക്കിതൊന്നും അറിയില്ല. എന്തായാലും പറയണേ. ആരെങ്കിലും വീട്ടിൽ കയറി വന്നാൽ നീ വീട്ടിൽ കയറ്റി താമസിക്കുക. ആ താമസിപ്പിക്കും. അതിനെന്താ പ്രശ്നം? താമസിപ്പിക്കാലോ. പിന്നെ ഞങ്ങൾ താമസിക്കും. എനിക്ക് എന്റെ മോളത്തിനെ പ്രേമിക്കണല്ല. കൊള്ളാന്നുണ്ട്. ചാത്തിന് അടിച്ചാണെന്ന് തോന്നുന്നു. നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ പേരില്ലാത്ത കേസ് ഉണ്ടെന്ന് അറിയാമോ എനിക്ക്? IPC 1 തൊട്ട് 510 വരെ ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ആയിട്ടുണ്ടാവും. വന്നവനും നിന്നവനും ഒക്കെ വന്നിട്ട് ഓരോ കേസാടെ പറയുന്നത്. ഈ നിൽക്കുന്നതിൽ ആരാ നിന്റെ മോൻ? ഇതാണ് എന്റെ മോൻ. ഇങ്ങോട്ട് മാറാ. നടക്കണ നായേ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു പോയവൻ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടാ. ഇത് കൈവിട്ട് പോകുന്ന കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശേഷം 11 അടി കൊണ്ട് കിളി പോയാ. എടാ നീ പേടിക്കണ്ട. അയാളെ അടിച്ച് കിണ്ടിയ നമുക്ക് സിമ്പിളായിട്ട് ഒരു പോരാ. കൃത്യനിർവഹണ തടസ്സം 511 കേസുകളുണ്ട്. ഓ ഓക്കെ. പിന്നെ ഇതിനൊരു അന്ത്യമില്ലടേ. എന്റെ മകളുടെ കല്യാണമാണ്. നേരത്തെ വരിക. ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞേ. ഇന്ത്യയിലൂടെ മാറി എന്റെ മകളുടെ കല്യാണം മുടക്കിയത് എനിക്ക് വെച്ചിട്ടുണ്ട്. എന്നെ വിളിക്കുന്നല്ലേ? എന്തുവാ സംഭവം? ഞാൻ പറയാം. എന്തുവാ ഈ സംഭവം? നമുക്കറിയത്തില്ലേ? നിന്റെ അടുത്തല്ലേ തള്ള വന്നിട്ട് പറഞ്ഞത്? എന്ത് സംഭവം? എന്ത് അടി തെറി ഇനി കിട്ടാൻ വേറെ ഒന്നും ബാലൻസ് ഇല്ല. വേറെ 2 വണ്ടിയില്ലേ? പോലീസാരാ? കപ്പ എവിടെ? സ്റ്റേഷനിൽ പോയി 2 കിട്ടുമ്പോ മനസ്സിലാവും. എന്ത് കപ്പം? കപ്പോ അല്ലോ കപ്പ്. ഇയാളൊക്കെ ആരോട് പോലീസിലെടുത്ത്? വേറെ 2 വണ്ടിയില്ലേ? നോക്കണം അങ്ങോട്ട് പറ. അങ്ങനെ ശൈത്യം കൊടുക്കണേ.
ദേ, അർമാനെ പോലീസ് പിടിച്ചടാ. അൽമാരനെ പോലീസ് പിടിച്ചു. അർമാനെ എന്ത് കാണിച്ചു? അതൊക്കെ അയാൾ ഊരി വന്നോളും. നമുക്ക് അതിന്റെ ഉള്ളിൽ അടുത്ത കേസ് ആക്കിട്ട് വരാം. ഡേ അയാൾ എവിടെ പോയടേ? അയാളുടെ പട്ടിയുടെ തൊഴിലഴിച്ചു അതിന്റെ പുറകെ ഓടിയിട്ടുണ്ട്. അടിച്ച് കിണ്ടിയായിട്ട് നിൽക്കുക. പട്ടി അയാളെ കൊണ്ട് പോയിരുന്നാ മതി. അങ്ങോട്ട് പോയിക്കണ മനസ്സിലാകുന്നുണ്ട്. പൊടിയുണ്ടോ?